മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, ലോകം ആശങ്കയിലാണ്. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് വാർ, വെസ്റ്റ് ഏഷ്യ വാർ അതിതീവ്രതയിൽ ഇന്ന് 9ാം ദിവസവും മുന്നേറുകയാണ്. സുഹൃത്തുക്കളെ, ലോകം വളരെയധികം ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. ഇറാനിയൻ പ്രസിഡൻറ്റ് മസൂദ് പെസിഷ്കിയാൻ്റെ ഒരു അഭിപ്രായവും ഒരു മാപ്പപേക്ഷയും വന്നത് ലോകത്തിന് ഒരു ചെറിയൊരു ആശ്വാസം നൽകിയിരുന്നു. വെസ്റ്റ് മിഡിൽ ഈസ്റ്റുമായിട്ട്, അതായത് UAE, അറബ്, ഖത്തർ തുടങ്ങിയായിട്ടുള്ള പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്നും പറഞ്ഞ ഒരു സമാധാന സന്ദേശത്തിൻ്റെ ഒരു നേർരേഖ വന്നിരുന്നു. പക്ഷേങ്കിൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ അതിഘോര യുദ്ധം നടക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും അവരുടെ മുഴുവനും കഴിവും ഉപയോഗിച്ചുകൊണ്ടിട്ട് അവർ ആഞ്ഞടിക്കുകയാണ്. ടെഹ്റാൻ തകർന്ന് തരിപ്പണമായി. ടെഹ്റാനിലെ എയർപോർട്ടൊക്കെ തീർന്നു. എണ്ണപ്പാടങ്ങൾ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുകയാണ് ഇറാൻ. UAEയിലേക്ക് തന്നെ ധാരാളം 190 മിസൈലുകളും ഡ്രോണുകളും വന്ന് മിഡിൽ ഈസ്റ്റ് ഇതിൽ ഒക്കെ സമാധാനമില്ലാതെ ആകെ ഭയാശങ്കയിലാണ് ഉള്ളത്. യുദ്ധം ഏവർക്കും നല്ലതല്ല. ലോകജനത യുദ്ധം അവസാനിച്ചു കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ യുദ്ധം നിർത്തുവാൻ ഒരു മുന്നൊരുക്കവും കാണുന്നില്ല. 190 മിസൈലുകളാണ് UAEയിനെ മാത്രം ആക്രമിച്ചത്. 100 കണക്കിന് ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ. ഇപ്പോൾ ഇത് ഒരു ലോകം ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിശ്വാസവും അതോടൊപ്പം തന്നെ ശക്തിയും പവറും ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു കൂട്ടരും 3 കൂട്ടരും, അതായത് അമേരിക്കയും ഇസ്രയേലും ഇറാനും അവരുടെ സ്റ്റാൻഡുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ അവർ തയ്യാറല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കുകയാണ്. ഈ ആക്രമണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ന്യൂക്ലിയറിനെ കഴിഞ്ഞും മാരകമായ അതിശക്തമായ വാർ ഉപകരണങ്ങൾ വെച്ചാണ് തമ്മി പോരാടുന്നത്. ഇതോടൊപ്പം യുദ്ധം യൂറോപ്പിലേക്കും ബാധിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇപ്പോൾ പുതിയ ന്യൂസ് അനുസരിച്ച് ഓൾറെഡി നോർവേയിലെ അമേരിക്കൻ എംബസി ബോംബെയിൽ ആക്രമണം നടന്നിരിക്കുന്നെന്നറിയുന്നു. ആരാണ് അത് ചെയ്തതെന്നറിയില്ല. അത് ഇസ്ലാമിക തീവ്രവാദികളാണോ അതെന്താണ് എന്നുള്ള ഒരു നോർവേ പോലുള്ളൊരു രാജ്യത്ത്, ഇത്രയും ദൂരെയുള്ള യൂറോപ്പിലെ ഒരു രാജ്യത്ത് ഒരു US എംബസി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ടെഹ്റാനിലും ഇറാനിലും മൊത്തം എണ്ണപ്പാടങ്ങളും കത്തിച്ച്, അതേപോലെ തന്നെ കുവൈത്തിലും ഒക്കെ അതിഭയങ്കരമായ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എന്ന് തീരുമെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകജനതയുള്ളത്. സുഹൃത്തുക്കളെ, ഇതിൽ നമ്മളെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞതുമാതിരി ഈ റഷ്യയും ചൈനയൊക്കെ കൈകെട്ടി നോക്കിയിരിക്കുകയാണ്. കാരണം അവർ ബിസിനസ്മാന്മാരാണ്. അവർക്ക് ഈ യുദ്ധത്തിൽ ഇടപെട്ട് അവരുടെ രാജ്യത്തിന് നാശം വരുത്തുവാൻ, അവരുടെ എക്കോണമി തകർക്കുവാനോ അവർക്ക് താല്പര്യമില്ല. അതുതന്നെയല്ല, അവർ ഇൻസൈഡിൽ, അവരുള്ളിൽ ഇസ്ലാമിക മത തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്. അടിച്ചമർത്തപ്പെടുകയാണ് ഇസ്ലാമിക മത തീവ്രവാദം. റഷ്യയിലും ശൈത്താൻ നമ്പർ 2 ആണ് ചൈനയിലും. ചൈനയിലൊരു മര്യാദയ്ക്കുള്ള ഒരു മുസ്ലിം പള്ളി പണിയുവാൻ അവിടെ സമ്മതിക്കുകയില്ല. അവരുടെ ഗവൺമെൻറ് ഓർഡറിലുള്ള രീതിയിലുള്ള കർശന നിയമത്തിൻ്റെ കീഴിലേ അവർ സമ്മതിക്കുകയുള്ളൂ. അത് കാരണം അവരൊരിക്കലും ഇസ്ലാമിക തീവ്രവാദത്തിന് അവർ കൂട്ടുനിൽക്കുകയില്ല. അവർ കണ്ണടക്കുകയുള്ളൂ. പിന്നെ ബിസിനസ് മൈൻഡായിട്ട് എണ്ണയൊക്കെ ചുളുവിലയ്ക്ക് കൊണ്ടുപോയി അവരുടെ രാജ്യം ശക്തമാക്കാൻ വേണ്ടി അവനവനിസം, അതായത് സ്വാർത്ഥതാപരമായിട്ട് അവർ ചിന്തിക്കും. അതാണല്ലോ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയുന്നു അമേരിക്ക ഫസ്റ്റ്, ഞങ്ങളാണ് ലോക ജേതാവ്, ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇസ്രയേൽ ബൈ ഹുക്ക് ആൻഡ് ക്രൂക്ക് മെത്തേഡ് എല്ലാം വരുതിയിലാക്കി, പണശക്തിയും ആയുധശക്തിയും വരുതിയിലാക്കി അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കി. വേറെ ആരും ന്യൂക്ലിയർ ഉണ്ടാക്കരുത്,
അത് ഞങ്ങൾക്ക് ഭീഷണിയാണ്, ഞങ്ങൾ കൺട്രോൾ ചെയ്യും, വേറെ ആരും തലപൊങ്ങരുത് എന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ ഹിഡൻ അജണ്ട അവർ നടപ്പാക്കുന്നു. 40 വർഷത്തെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇവർ പുറത്തെടുക്കുന്നത്. ഇറാനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതായത് അവരിവരുടെ പപ്പറ്റ് ഗവൺമെൻറ് ലോകം മുഴുവനും വേണം, അവർ പറയുന്നത് പോലെ കേൾക്കണം, അവരുടെ ബിസിനസ്സും സാമ്രാജ്യവും വളരണം. അങ്ങനെയുള്ള മാനവികത, സൗഹൃദം, സമാധാനം, ലോകസമാധാനം, യുണൈറ്റഡ് നേഷൻ, ഇതൊക്കെ വെറും നോക്കൂ, ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തനം നേരെ തലതിരിച്ചാണ്. ഇങ്ങനെ വംശീയതയും മതമൗലികവാദവും മുതലെടുത്തുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ അതിദാരുണമായി കരിഞ്ഞു ചാകുന്ന, മരിക്കുന്ന, കൊല്ലപ്പെടുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഈ 2026 ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. UN ഒക്കെ ഒരു നോക്കുകുത്തിയായി. ഇപ്പോൾ തന്നെ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഇടഞ്ഞു. അമേരിക്കൻ പ്രസിഡൻറ്റ് ബ്രിട്ടൻ വിട്ടുകൊടുത്തില്ല, ബോംബ് ഈ താവളങ്ങൾ വിട്ടുകൊടുത്തില്ല, യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുത്തില്ല എന്നും പറഞ്ഞ് ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല, യുദ്ധം ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഇനി ജയിച്ച കൂടെ കൂടാൻ വേണ്ടി നിങ്ങൾ വരണ്ട എന്നും പറഞ്ഞ് ബ്രിട്ടനുമായിട്ട് ഓൾറെഡി നീരസത്തിലാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ്. അതേപോലെ തന്നെ ഇറാൻ അവരുടെ സ്റ്റാൻഡിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല. ഇറാനിയൻ പ്രസിഡൻറ്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു ഞങ്ങൾ ഗൾഫ് മറ്റേ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചത് തെറ്റാണ്, അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അവിടെ അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെയാണ് ഞങ്ങൾ ആക്രമിച്ചത്, അമേരിക്കയുടെ താവളങ്ങളിൽ നിന്നാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്, ഞങ്ങളെ ചുട്ടുചാമ്പലാക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റില്ല. അവർ പറയുന്നില്ല, അതിൽ ന്യായമുണ്ട്, തീർച്ചയായിട്ടും അതൊരു ന്യായമായ വശമാണ്, നമുക്ക് ചിന്തിക്കാം. എവിടെ നിന്നാണോ ആക്രമണം വരുന്നത് അവിടെ വേണ്ട ആക്രമണം നിർത്താൻ നോക്കേണ്ടത്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്തായാലും ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യണം, ഈ ഗൾഫ് റീജിയൻ രാജ്യങ്ങൾ വളരെ സംയമനം പാലിച്ച് അവരെല്ലാവരും കൂടി ഇറാനെ തകർക്കാനും നശിപ്പിക്കാനും നോക്കാതെ സംയമനം പാലിച്ചിരിക്കുന്നതിനെ തീർച്ചയായിട്ടും അവർ അപ്രിഷ്യേറ്റ് ചെയ്യണം. എസ്പെഷ്യലി സൗദി അറേബ്യ, കുവൈറ്റ് ആൻഡ് UAE ആൻഡ് ഓൾ. ആൻഡ് അവർ വളരെയധികം സംയമനം പാലിക്കുന്നു, അവരുടെ ആളുകൾ കൊല്ലപ്പെടുന്നു, അവരുടെ ഇക്കോണമി തകരുന്നു, അവരുടെ ഇത്രയും കാലം ലോകം കാണാത്ത മാതിരിയുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവെങ്കിലും അവർ സംയമനം പാലിച്ച് യുദ്ധത്തിൽ ശ്രമത്തിന് ശ്രമിക്കുന്നുണ്ട്. അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അങ്ങനെ തന്നെ പോകട്ടെ. ഇറാന് അവരുടേതായ സൈക്കോളജിക്കലായിട്ടും ഇറാനിൽ ഇപ്പോൾ ഒരു നാഥനില്ല, ടോപ്പ് ലീഡർഷിപ്പ് എല്ലാം നശിപ്പിക്കപ്പെട്ടു. മസൂദ് പെസഷ്കിയാൻ എന്തെങ്കിലും പറയുന്നു, ഇറാനിയൻ റവല്യൂഷണറി ആർമി വേറെ അവർക്ക് തോന്നിയ മാതിരി ചെയ്യുന്നു. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ജനങ്ങളുടെ പവറില്ല, അധികാരം, അവർ എന്ത് ചെയ്യും? അമേരിക്ക പറയുന്നു ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം, ഞങ്ങളുടെ പപ്പറ്റ് ഗവൺമെൻറ് അവിടെ വരണം, ഞങ്ങൾ പറയുന്നത് നടപ്പാക്കണം. അങ്ങനെ നടപ്പാക്കി കൊടുത്തെല്ലാം സ്ഥിതി നമ്മൾ കണ്ടു, ഒരുപാട് നമ്മൾ കണ്ടു. ഇറാഖിൽ എന്താ സംഭവിച്ചത്, ഓൾറെഡി ഗദ്ദാഫിയുടെ അടുത്ത് എന്താ സംഭവിച്ചത്, ബെയ്റൂട്ട് കണ്ടു, സിറിയ കണ്ടു, എല്ലാം ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു വിശ്വാസം, ആ വിശ്വാസം ഒരു ജനതയുടെ വിഷിനെ, ആഗ്രഹത്തെ നമുക്ക് ബലി കഴിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ വിശ്വാസം തീവ്രമായിക്കൊണ്ട് മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന മൗലികവാദമാണ് തെറ്റ്. അത് ഏത് മതമാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും അത് ഹിന്ദു ആണെങ്കിലും, ഈ മതം തലക്ക് പിടിച്ച് മനുഷ്യ നന്മയ്ക്ക് പകരം തിന്മയായിട്ട് വളർത്തുന്ന ബുദ്ധിയില്ലായ്മ അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് എവിടെയാണെങ്കിലും തടയപ്പെടണം. വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ആളുകൾ അതിനെതിരെ നിൽക്കണം. അതാണ് വലുത്, അതാണ് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടത്. ഈ പറയുന്ന മതമൗലിക രാജ്യങ്ങളിലേക്കൊന്നും ആരും പോകുന്നില്ല. തീവ്ര മിലിറ്ററി രാജ്യങ്ങളിലേക്കൊന്നും ആരും ഒരു സഹായത്തിന്, അതായത് ഒരു മെഡിസിൻ പർപ്പസിന്, അതായത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയോ കൂടുകയറുന്നതിനോ താമസിക്കുന്നതിനോ വേണ്ടിയില്ല. എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യവും സമത്വവും പാർഷ്യാലിറ്റി ഇല്ലാത്ത ഇതുമാണ്. എല്ലാവരും ഒരുമയായിട്ട് ജീവിക്കുന്നിടത്തേക്കാണ് ആൾക്കാർ കുടിയേറി പാർക്കുന്നത്. അവിടെ ചെന്നിട്ട് വിപ്ലവം ഉണ്ടാക്കി അവിടുത്തെ തത്വസംഹിതകളെയും അവിടുത്തെ ആചാരങ്ങളെയും ഒക്കെ ലംഘിക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അതായത് ഒട്ടകം സൂചിക്കുഴലിൽ കടന്നു പോരുന്ന കാര്യം അതൊരിക്കലും നന്നാകില്ല എന്ന് പറയുന്ന തീവ്ര മൗലിക തീവ്ര വിശ്വാസങ്ങൾ
നല്ലതല്ല. മാനവികയാണ് വലുത്, മനുഷ്യനാണ് വലുത്. മനുഷ്യനിൽ തന്നെ രണ്ട് ജാതിയേ ഉള്ളൂ, അത് സ്ത്രീയും പുരുഷനുമാണ്. അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇത് മാത്രമാണ് ശരി, മറ്റുള്ളവരെ അത് അടിച്ചേൽപ്പിക്കണം. എൻ്റെ ഇത് എസ്പെഷ്യലി വിശ്വാസങ്ങൾ, മതതീവ്രവാദം, ഇതാണ്. ലോകം മുഴുവൻ ഈ മതതീവ്രവാദം കൊണ്ടാണ്. ഭൂമി ഉണ്ടായ കാലം മുതൽ മനുഷ്യന് വിവരം, മനുഷ്യൻ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. മൃഗങ്ങളാരും ഗ്രൂപ്പും മതവും റിലീജിയനും ഫണ്ടമെൻ്റലിസവും ഇതൊന്നും സോഷ്യലിസവും മാവോയിസവും ഇതൊന്നും പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാവുന്നില്ല. അവരുടെ കാലം സന്തോഷത്തോടു കൂടി അന്ന് അവർ ജീവിക്കുന്നു. മനുഷ്യനിവിടെ കിടന്ന് കത്തിക്കരിഞ്ഞ് ക്രൂരത ചെയ്ത് തിന്മ ചെയ്ത് ആനന്ദിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ മതമൗലികവാദത്തിൻ്റെ ആകെയുള്ള ഫലം. ഒരു മതമല്ല, എല്ലാ മതങ്ങളും. മതം മനുഷ്യൻ്റെ നന്മയ്ക്കാണ്, മതം മനുഷ്യനെ നന്നാക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ്റെ ഈശ്വരനും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്കാണ് വേണ്ടത്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാവേണ്ടത്. അതിനു പകരം നാശത്തിനും ഡിസ്ട്രക്ഷനും കരച്ചിലിനും പീഡനങ്ങൾക്കും ക്രൂരതയ്ക്കും ആയി നിലകൊള്ളുന്നത് വളരെ വളരെ എന്താ പറയുകയാണ്, അപലപിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സയൻസും ടെക്നോളജിയും മാനവികതയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദീർഘായുസ്സും ലോകനന്മയുമാണ് ഉണ്ടാകുന്നത്. അതിനു പകരം ഈ മാതിരിയുള്ള സങ്കുചിതമായ വർഗീയ നാരോ മൈൻഡഡ് ചിന്തയും രാജ്യവും വന്ന് ഇതാക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വാറാണ്. ഓരോ ഈഗോയിസവും പറഞ്ഞ് വിദ്യാഭ്യാസവും വിവേകവുമുള്ള ആളുകൾ മറ്റുള്ള പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് നാശത്തിലേക്ക് തള്ളിവിടുന്നത് വളരെ അരോചകരമായ ഒരു കാര്യമാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്? ഇറാൻ പറയുന്നു ഹോർമോസ് അടച്ചുപൂട്ടുമെന്ന്. ഹോർമോസ് എങ്ങനെ അടച്ചുപൂട്ടുക? അതൊരു ഇൻ്റർനാഷണൽ പാതയാണ്. ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മേഖലയിലേക്കുള്ള ഒരു വഴിയാണ്. അത് ലോകത്തിൻ്റെ ആവശ്യകതയിലേക്ക്, അത്യാവശ്യങ്ങളിലേക്ക് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇതേമാതിരി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭക്ഷ്യക്ഷാമവും ഒരുപാട് മരണവും നടക്കും. ഈ പറഞ്ഞ മാതിരി ആളുകളെല്ലാം ബുദ്ധിമുട്ടിലാകും. ലോക സമാധാനം ഭംഗിക്കപ്പെടും. ലോക സാമ്പത്തികം തകരാറിലാകും. ഇന്ത്യയ്ക്കൊക്കെ 30% ഹോർമോസിലൂടെ വരുന്നത്. ഇപ്പോൾ അവിടെ ടോർപിഡോയും മറ്റുള്ള ഡ്രോണും അതുപോലെ സബ്മറൈനും ഒക്കെ വെച്ച് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആരും അതിൽ പോകാൻ, ഒരു ഷിപ്പിങ്ങുകളും ഒരു കമ്പനികളും അതിൽ പോകാൻ താല്പര്യപ്പെടുകയില്ല. അത് ലൈഫ് അറ്റ് സീ ഡേഞ്ചറിലാവും. ദാറ്റ് ഈസ് സേഫ്റ്റി ഫസ്റ്റാണ്. ഇൻഷുറൻസ് പൈസ കുതിക്കും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഇപ്പോൾ തന്നെ അതിൻ്റെ ലോകം മുഴുവനും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ പ്രൈസ് കൂടുന്നു, ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസ് പ്രൈസ് കൂടുന്നു. ഇങ്ങനെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വിചക്ഷണരും ഉന്നത തലങ്ങളിലുള്ളവരും ചിന്തകന്മാരും ഹ്യൂമാനിസ്റ്റുകളുമെല്ലാം ഒരു പോളിസി എടുക്കുമ്പോൾ മൊത്തം വെറും സെൽഫിഷ്നെസ്സും സ്വന്തം സുഖത്തിനും സ്വന്തം താല്പര്യത്തിനും, ആരും ഇവിടെ എൻറ്റേണലായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. ഇതൊക്കെ ഒരു വിസിറ്റിംഗ് ആണ്. ഈ ലോകം ഒരു വിസിറ്റേഴ്സാണ്. നമ്മളുടെ മനുഷ്യജന്മം അല്ലെങ്കിൽ നമ്മളുടെ ഇതൊരു അനുഗ്രഹമാണ്. നമ്മളുടെ ജീവിതം ഒരു വരദാനമാണ്. അത് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നല്ല രീതിയിൽ അമേരിക്കയിലെ മഹോന്നതനായ അബ്രഹാം ലിങ്കനും അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന സാർവദേശീയ ലവും സ്നേഹവും സമാധാനവും ഒക്കെ നല്ല വശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈ വിവരം കെട്ട സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള വിവരദോഷികൾ മറ്റുള്ള പാവപ്പെട്ട ജനതയെ മിസ്ലീഡ് ചെയ്യുന്നതിനെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾക്ക് അത് ഒഴിവാക്കിക്കൊണ്ടിട്ട് സാർവദേശീയ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാം. എത്രയും പെട്ടെന്ന് ഈ മഹായുദ്ധങ്ങൾ അവസാനിക്കട്ടെ. പഴയ ലോകം സമാധാനത്തിലേക്ക് വരട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ വരും തലമുറയും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഇടവരട്ടെ. ഈ മിഡിൽ ഈസ്റ്റിലും ഇവിടെ പേർഷ്യൻ ഗൾഫിലും ഈവൻ യൂറോപ്പിലും ഈവൻ ബെയ്റൂട്ടിലും ലെബനനിലുമൊക്കെ നടക്കുന്ന നിരപരാധികൾ കൊന്നൊടുക്കപ്പെടുന്നതായ ഇത് അവസാനിക്കട്ടെ. യുദ്ധം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നന്ദി. ഔട്ട്.